ഹായ് ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ എന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പൊട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ഇതാ കൺമഷി എടുത്തിട്ടുണ്ട്, പിന്നെ ഇതാ സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഇതാ ഒരു ഐലൈനർ കേട്ടോ. വലിയ രീതിയിൽ ചെയ്യുന്നില്ല. അപ്പം കുടുംബശ്രീക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ അപ്പം എന്തായാലും എന്നും എല്ലാവരും ലൈവിൽ വന്ന് പറയും ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യോ ചേച്ചി, ചെയ്യോ അങ്ങനെ ചെയ്യോ ചോദിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഏതായാലും ആ ഒരു വീഡിയോ ആയിക്കോട്ടെ വിചാരിച്ചു. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം നമുക്ക് ഏതായാലും നോക്കാം. അപ്പം ഗൈസ്, ഞാൻ ആദ്യം തന്നെ നമ്മുടെ സൺസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. സൺസ്ക്രീൻ വരുന്നില്ല, ഇടാത്തോണ്ടാണ് ഗൈസ്. ഞാൻ അതൊന്നും ഇടാറില്ല പൊതുവെ. ഇനി ഗൈസ് നമുക്ക് ഇതാ കൺമഷി എഴുതി കൊടുക്കട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ്, അവിടെ ലൈറ്റിൻ്റെ കുറവുകൊണ്ടാണ് കേട്ടോ ഞാൻ പുറത്ത് വന്നിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് ഐലൈനർ എഴുതി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഗൈസ്. നല്ല രീതിയിൽ തന്നെ ഐലൈനർ എഴുതണം. എനിക്ക് ഫോണിൽ നോക്കിയിട്ടായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചെയ്യാൻ. നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ടല്ലല്ലോ ചെയ്യുന്നത്. അപ്പം ഫോണിൽ വെച്ചിട്ടായതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല രീതിക്ക് തന്നെ കണ്ണ് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതാ ഈ ഐലൈനർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ എന്താ പറയുക മസ്കാര ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കൺപീലിയിലൊക്കെ ഞാൻ ഈ ഇതുകൊണ്ട് തന്നെയാണ് കേട്ടോ മസ്കാര യൂസ് ചെയ്യുന്നത്. ഐലൈനർ കൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്ക് ഇതാ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു ഇത് കിട്ടും കേട്ടോ. നമുക്ക് മസ്കാരയുടെ ആവശ്യമൊന്നുമില്ല. ഞാനിങ്ങനെയാണ് ചെയ്യൽ കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനിതാ വെറുതെ ജസ്റ്റ് ഒന്ന് അങ്ങനെ കണ്ണിൻ്റെ പീലിയുടെ മുകളിലൊക്കെ ഒന്ന് ഐലൈനർ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ താഴത്തും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ അതായത് ഞാൻ രണ്ട് കണ്ണിൻ്റെ താഴത്തും ഉള്ള പീലിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മസ്കാര അല്ല കേട്ടോ യൂസ് ചെയ്യാറ്, നമ്മുടെ ഐലൈനർ അന്നുകൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കലാണ് കേട്ടോ പതിവ്. ഇനി നമുക്ക് ഒരു പൊട്ട് വെച്ച് കൊടുക്കാം. ഒരു പൊട്ട് ഞാൻ ചെറിയ പൊട്ടാണ് കേട്ടോ, അതാ ഇങ്ങനത്തെ ചെറുതാണ് കേട്ടോ തൊടാറ്. അപ്പം ഞാൻ അത് ഏതായാലും തൊട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കില്ലേ നമ്മുടെ എന്താ പറയുക, ഞാൻ ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യാറില്ല, ലിപ് ബാമാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. അപ്പം ഇത് ഏതാണെന്നൊന്നും അറിയില്ല. ഇതിന് 20 രൂപയാണ് കേട്ടോ വില വരുന്നത്. അപ്പോൾ സാധാ ഒരു ലിപ് ബാം കേട്ടോ ഇതാണ് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യാറില്ല ഗൈസ്. അപ്പോൾ അങ്ങനെ ഞാൻ അതാ ലിപ് ബാമും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് എന്താ പറയുക കമ്മൽ കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഗൈസ്. ഇത് എന്താ പറയുക കളർ വരുന്നില്ല ഗൈസ്, ഒരു പിങ്ക് കളർ അധികം അങ്ങോട്ട് വരുന്നില്ല കേട്ടോ. എന്തായാലും ഞാൻ ലൈറ്റായിട്ട് അതെന്തായാലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതാ കമ്മലാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട കമ്മലാണ് ഗൈസ്. അപ്പം അതുകൊണ്ട് തന്നെ കല്ല് പോയാലും ഒക്കെ ഞാൻ ഇത് ഇടും കേട്ടോ ഗൈസ്. എനിക്കിഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇട്ടാൽ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഏട്ടൻ ചോദിക്കും കല്ലൊക്കെ പോയിട്ടുണ്ടല്ലോ നമുക്ക് വേറെ കമ്മലെടുത്തിട്ടൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എന്നാലും വേണ്ടിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഞാൻ അത് തന്നെ ഇടും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ 2 കമ്മലും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊക്കെ കമൻ്റ് അടിക്കുക ഗൈസ് താഴെ വന്ന്. ഇനി നമുക്ക് മുടി കൂടെ ഒന്ന് ചീകി ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടോ ഗൈസ്. അപ്പം എല്ലാവരുടെയും ആഗ്രഹപ്രകാരമാണ് നമ്മളിങ്ങനെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തത്. കാരണം ലൈവിലൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യോ ചേച്ചിന്ന്. അപ്പോൾ അതാ ഞാൻ അങ്ങനെയൊക്കെ കേട്ടോ സാധാരണ ഒരുങ്ങാറ്. അപ്പോൾ അതാ ഞാൻ പിരികം കൂടെ ഒന്ന് വെറുതെ നീർന്ന് വെച്ചിട്ടുണ്ട്. പിരികം പ്ലക്ക് ചെയ്തിട്ടൊന്നുമില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞ് മേക്കപ്പ് ഇത്രയൊക്കെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.